ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഉറക്കം എണീറ്റിട്ടുണ്ട്. പാറും ഞാനും ഉറക്കം കഴിച്ചു. അവരുടെ അച്ഛനും സിദ്ധൂട്ടനും ഉറക്കം എണീറ്റില്ല. അവർ ഉറക്കം എണീക്കും. നമ്മൾ ചായ ഇട്ടുകൊണ്ട് നിൽക്കുവാണ് ഗൈസ്. കാണിച്ചെടുക്കട്ടെ. പല്ല് തേക്കണ്ടേ? പല്ല് തേക്കണം. ഇതാ നമ്മുടെ ചായ ആയിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. ചായ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ അടുപ്പിൽ ചൂടുവെള്ളം ചൂടാക്കി വെച്ചേക്കുന്നു. ഇനി കഞ്ഞിക്കിടണം. അപ്പോൾ പാറ പല്ല് കഴിക്കണം നോക്കാൻ പോകാം ഗൈസ്. അപ്പോൾ തുണികളൊക്കെ ഇവിടെ നനച്ച് ഇന്നലെ വൈകുന്നേരം ഇട്ടതാണ്, ഉണങ്ങിയില്ല. പാറുട്ടി പല്ല് തേക്കാൻ വേണ്ടി പോണു. എന്ത് പറ്റി? കയ്യിൽ എന്തെങ്കിലും കടിച്ചതായിരിക്കും. ബോ എടുത്ത് വെച്ചിട്ട് വന്നിട്ട് പല്ല് തേക്കാത്തത്. പല്ല് വൃത്തിയായിട്ട് തേക്ക്. അപ്പോഴത്തേക്ക് നമ്മൾ ചായ ഇട്ട് അപ്പവും ചുട്ടി തരാം. കാപ്പിയുടെ കാര്യം പറഞ്ഞപ്പോൾ മുഖം ഇരിക്കണം നമുക്ക്. എന്താ നിനക്ക് കാപ്പി കുടിച്ചാ പ്രശ്നം? എന്താ രാവിലെ കാപ്പി കുടിക്കണ ഇഷ്ടമല്ലേ? അതെന്ത് സ്വഭാവമാണോ രാവിലെ കാപ്പി കുടിക്കണ ഇഷ്ടമല്ലാത്തത്? അങ്ങനെ കാപ്പി കുടിക്കാതിരുന്നൂടാ. വേണ്ടേ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് ഗൈസ് തീരുമാനിച്ചിരിക്കുന്നത്, അല്ലേ പറ? അപ്പം നമ്മൾ ചായ തൊട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. പാറ് പല്ലരയ്ക്കണത് തൊട്ട് തുടങ്ങാം, അല്ലേ പറ? അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. എന്തെങ്ങനെ തേച്ച് തുടങ്ങുമോ? എപ്പോഴായിരിക്കും? മുട്ട കണ്ടിട്ട് നോക്കുമോ? പാറുവിന് കാപ്പി വേണ്ടെന്നാണ് ഗൈസ് പറയണത്. എന്താവോ? അപ്പം നമുക്ക് നല്ലൊരു ചായ കുടിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ആരംഭിക്കാം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് ചായ കുടിക്കാൻ വായോ. ചായയൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാവരും വായോ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. വെക്കേഷനൊക്കെ അല്ലേ, അപ്പം മിക്ക ദിവസങ്ങളിലും താമസിച്ചൊക്കെ തന്നെ ആയിരിക്കും ഉറക്കം എണീക്കുന്നത്. വെളുപ്പാങ്കാലത്തൊന്നും ഉറക്കം എണീക്കില്ല. ഒരു 7 മണി 7:30 ആയിട്ടൊക്കെ ഉറക്കം എണീക്കുള്ളൂ. ഒരിടത്തും പോകണ്ടല്ലോ, ഒരിടത്തും പോവുകയൊന്നും വേണ്ടല്ലോ. അപ്പം നമ്മൾ താമസിച്ച് ഉറക്കം എണീക്കുള്ളൂ. ഉറക്കം എണീറ്റ് നേരെ പല്ലൊക്കെ തേച്ച് നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലോട്ട് കയറാം. അപ്പോൾ തലയൊന്നും കെട്ടിയില്ല, ഉറക്കം എണീറ്റ് വന്നതേ ഉള്ളൂ. ചായ ഇടാമെന്ന് വിചാരിച്ചു. ഉറക്കമായിട്ട് വന്ന് പല്ലൊക്കെ തേച്ച് ചായ ഇടണം. എൻ്റെ ചായ പൊങ്ങിക്കളഞ്ഞു ചായ പൊങ്ങിക്കളഞ്ഞു. അതെടുക്കട്ടെ. അപ്പോൾ ഇന്നലത്തെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു, നത്തോലി മീൻകറി. അതിനെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യണമെന്നറിയാവൂ? നമ്മുടെ ചായ അരിച്ചെടുക്കണം. ചായയൊക്കെ അരിച്ചെടുത്തിട്ട് വരാമേ. ഒരു കയ്യിൽ ഫോൺ ഇരിക്കണം, കുടിനീര് വയ്ക്കും. ഒരു കയ്യിൽ ഫോൺ ഇരിക്കണം, മറ്റേ കൈ വെച്ച് ചായ അരിക്കാൻ പറ്റില്ല, പൊള്ളും. പിന്നെ വേറൊരു കാര്യം എന്തറിയാമോ? എൻ്റെ സ്റ്റിക്ക് ഒടിഞ്ഞു പോയി, പൊട്ടിപ്പോയി. അപ്പോൾ അത് ശരിയാക്കുന്ന വേറെ ഒന്ന് വാങ്ങണ വരേക്കും നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഷേക്കാവും. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ചായ ഒന്ന് അരിച്ചിട്ട് വരാം. ഇന്നലത്തെ നെത്തോലി മീൻകറിയാണേ. അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിള വരുന്നുണ്ട്, അതവിടെ തിളയ്ക്കട്ടെ. എന്നിട്ട് നമുക്ക് കഞ്ഞിക്കിടാം. കഞ്ഞിക്കുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പത കണ്ട് പേടിക്കണ്ട, അത് പൈപ്പിൽ നിന്ന് വന്ന വെള്ളം ആയതുകൊണ്ടാണ് ആ പത. അത് കുറച്ച് കഴിയുമ്പോൾ പോവും. നമ്മുടെ ചായ. അപ്പം നമുക്ക് ചായ കുടിക്കാൻ പോവാം. അതിന് മുന്നേ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ട് വേണം ചായ കുടിക്കാൻ പോകാൻ. അപ്പോൾ കഞ്ഞിക്കുള്ള വെള്ളം ചൂടാകുമ്പോഴത്തേക്കിനും ചായ കുടിച്ചിട്ട് വരാം.
നമുക്ക് പയറെടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, പെരും പയർ അതിന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് ഇത് തോരൻ വയ്ക്കാം. നന്നായിട്ട് തിളച്ചിട്ടെടുത്ത് മാറ്റി വെച്ചില്ലെങ്കിൽ അത് ചളിച്ചു പോകും. അതിനാണ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. ഇത് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് കഞ്ഞിക്കുള്ള വെള്ളം ഇടാൻ. അപ്പോൾ നമ്മൾ കഞ്ഞിക്കുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്നാവട്ടെ. വെള്ളം ചൂടാകുമ്പോഴത്തേക്കിനും നമുക്ക് ചായ കുടിച്ചിട്ട് ഓടി വരാം. അപ്പോൾ നമുക്ക് ചായ കുടിക്കാമല്ലോ. ചായ കുടിക്കാം. അപ്പോൾ ചായ കുടിക്കുമ്പോൾ എത്ര പേർക്ക് ഈ അരിമിച്ചർ ഇഷ്ടമുണ്ട് കാണുന്നു? ഇത് എനിക്കിഷ്ടമാണല്ലോ. ചായ കുടിക്കാം. കുടിച്ചിട്ട് വരാവേ. ചായ കുടിച്ചിട്ട് വന്നപ്പോഴത്തേക്കിനും തീയും തിരിയെല്ലാം പോയി ഗൈസ്. ഇപ്പം തീ കത്തിച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളം ചൂടായി. അപ്പം ഇനി നമുക്ക് അരി ഇടാം. നമ്മൾ അരി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇടാം. അടുക്കള കുറച്ച് പൊടിയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. നമ്മുടെ ഈ ഷീറ്റിൽ നിന്നുള്ള ഈ കരിപ്പൊടി എന്തെങ്കിലും പൂച്ച വല്ല മണ്ടയിൽ കയറുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും പൊടി താഴെ വീഴും. അപ്പോൾ ഇതൊന്ന് തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ അതൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വരാം. ഇത്രയും തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ ഇതും കൂടെ തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ തുടച്ച് വൃത്തിയാക്കിയിട്ട് വരാവേ. അപ്പോൾ നമ്മൾ ഇത്രയും കൂടെ വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ അത്രയും ക്ലീൻ ആക്കിയിട്ടുണ്ടേ. ഈ 2-3 പാത്രം കൂടെ കഴുകാനുണ്ട്. പിന്നെ ഇവിടെ കൂടെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇത്രയും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ തുടപ്പ് പരിപാടി കഴിയും. പിന്നെ ഇനി നാളെ തുടച്ചാൽ ഇതുകൊണ്ടൊന്ന് ഉണക്കായിട്ട് പഞ്ചാര പാത്രം ഇത് ചായപാത്രം മുന്നോട്ട് കാണിക്കും. ചായപാത്രം ഈ കരി പിടിച്ചിരിക്കണം എന്താ. അപ്പോൾ അതിനെ തേച്ച് കഴുകണം, ഇല്ലെങ്കിലേ ശരിയാവില്ല. തേച്ചൊക്കെ കഴുകിയിട്ട് വരാവേ. പയർ വെള്ളത്തിയിട്ട് കൊവുത്തുക പെരുവി വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിനി തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് കഴുകി എടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ച് ഇച്ചിരി വെള്ളം വെച്ച് വേവിക്കണം. വേവിച്ചിട്ട് നമുക്ക് കൂട്ട് ചേർക്കാം. നമുക്ക് ചട്ടിയിലോട്ടിടാം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. അത്രയും അടുപ്പത്തോട്ട് വെച്ച് വേവിക്കാം. ചോറൊന്ന് ഊറ്റി വെച്ചേനെ. എന്താ ചെയ്തോണ്ടിരിക്കണം കാണിച്ചു. അപ്പം നമ്മളിത് അടുപ്പി വെച്ചിട്ടുണ്ടേ. അതിൻ്റെ അവിടെ നിന്ന് വേവട്ടെ. ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അത് അവിടെ നിന്ന് ആവട്ടെ. അടച്ചു വെച്ച് കൊടുക്കാം. ഗൈസ് കണ്ടോ, ചേട്ടൻ തീറ്റ ഇട്ട് കൊടുക്കുകയാണ് ഗൈസ്. തീറ്റ ഉണ്ട്. ഞാൻ ചേട്ടൻ ചാട്ട അവിടെ പായൽ കൊണ്ടിട്ടേക്കിനായിരുന്നു.
പിന്നെ നല്ലോണം നോക്കിയപ്പോഴേ ചട്ടിയിൽ പായ പിന്നെ വിരിഞ്ഞ് ഇതെന്തോന്ന് കവറിനെ കൊണ്ട് ഇവിടെ ഇട്ടിരിക്കണ? ഞാൻ ഇപ്പൊ എല്ലായിടം തൂത്തുവാരി വൃത്തിയാക്കിയല്ലേ. എവിടെ നോക്കട്ടെ. ആ ശരിയാ, ബബിള് വന്നിരിക്കുന്നു. ബാബലിനകത്തല്ലേ താഴെ പൊട്ടു വരാൻ. ആർട്ടിഫിഷ്യൽ നെയിൽ. ഇന്ന് നല്ലൊരു കാലാവസ്ഥ കേട്ടോ. നല്ല കാറ്റും ചെറിയൊരു വെയിലും അധികം തീവ്രത ഇല്ലാത്തൊരു വെയിലും ഒക്കെയാണ് ഇന്നത്തെ കാലാവസ്ഥ. അതാണ്. പക്ഷെ രാവിലെ തന്നെ നല്ല ഒരു കാലാവസ്ഥയാണ് ഇന്ന്. കണ്ടോ ഗൈസ് നമ്മുടെ ചക്കകൾ? ഒന്നും കാണുന്നില്ലല്ലേ? കാണുന്നുണ്ടോയെന്ന് എനിക്കറിയണം. പക്ഷേ 1 2 3 4 5 6 7 8 9 ചക്കയുണ്ട്. ഇപ്പം നീ വെള്ളമൊന്നും മാറ്റണ്ട, ഇനി നാളെ മാറ്റാം. വൈകുന്നേരം ട്യൂഷനൊക്കെ പോവാനുള്ളതല്ലേ. മഴയാണോന്നൊന്നും അറിയാൻ പറ്റൂല. വൈകുന്നേരം 2 3 ചവറുകൾ ഇവിടെ കിടക്കണം കഴിച്ച്. ഇതിപ്പോൾ ഞാൻ തൂത്തിട്ടത്. ഈ പാറ് വെട്ടിയിടുന്ന ഇതാണിത്. അത്രയും ഇത് ഇവിടെ നീ വെട്ടിയിടണത്. 10 മണി കാണിച്ചു കൊടുക്കളാ. അന്നേരം കാലം നനഞ്ഞിരിക്കുന്നു. ഇനി വെളിയിൽ ഇറങ്ങിയ കാലിൽ അത്ര മണ്ണാവും. വാ കണ്ടോ 10 മണി. ചേട്ടൻ ബുക്ക് വാങ്ങിക്കാൻ പോയി പറിച്ചുകൊണ്ട് വന്നതാണ്. ഇതും പിന്നെ വേറെ ഏതോ. സോറി ഗൈസ്, ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി. ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഡേ ഇൻ അവർ ലൈഫാണെന്ന് പാറു പറഞ്ഞിരിക്കുകയാണ്. അവൾ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ തിരുത്തി പറയുകയാണ്. ഓക്കെ, ഡേ ഇൻ അവർ ലൈഫ്. സമാധാനമായില്ലേ? ഇനി പെട്ടെന്ന് തൂത്തിട്ട് തുറപ്പുകൊണ്ട് വെച്ചിട്ട് കൈയും കാലം കഴിയും. അയ്യോ, സിദ്ധുവിൻ്റെ കൈ മുറിഞ്ഞത് കാണിച്ചില്ലല്ലോ ഗൈസ്. കാണിച്ചോട്. ആ ഗ്ലാസ് ടാങ്ക് എടുത്ത് കൈ മുറിഞ്ഞത് എവിടെ? എവിടെ? മഞ്ഞപ്പൊടി വെച്ച് അടച്ചു വെച്ചിരിക്കുന്നത്. അവിടെ ഒരു ഗ്ലാസ് ടാങ്ക് ഇരിക്കുന്നുണ്ട്. ആ ഗ്ലാസ് ടാങ്ക് എടുത്തതാണ്. ഇത് ഫൈറ്ററിൻ്റെ ആദ്യത്തെ കുഞ്ഞുങ്ങളാണ്. കാണുന്നുണ്ടോ? കാണുന്നില്ല. ഒന്നും കാണുന്നില്ല. ഒരു 102 എണ്ണം, 102 അല്ലേ? 103 എണ്ണം ഉണ്ട് ഗൈസ്. പക്ഷെ ഒന്നും കാണാൻ പറ്റില്ല. കാണാൻ പറ്റുള്ളൂ. ഇതിനെന്തിന്റെ കേട്? ചുമ്മാണത് വിളിക്കുന്നത്. ഇത് ഗോൾഡ് വിഷ് മാത്രം ഇട്ടിട്ടിരിക്കുന്നത്. ഗോൾഡ് വിഷ് ഇതിലോട്ട് മാറ്റിയപ്പോഴാണ് സിദ്ധുവിൻ്റെ കൈ മുറിഞ്ഞത്. അടച്ചിടുമോ? ഇനി നമ്മുടെ പയർ നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിരുന്നില്ലേ, അതെന്തായോ? തിളച്ചിട്ടുണ്ട് ഗൈസ്, വെന്തില്ല. തീ കത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. പൂച്ചേനെ കണ്ടിട്ടാ നമ്മളെ പയർ വെന്തില്ല. പിന്നെ ഊറ്റിയെടുക്കണം. വെന്തോട്ടിരിക്കുന്നത് വെന്തില്ല. വേവട്ടെ. തേങ്ങ തിരുമാണത്. നമ്മുടെ തോര ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തോരയോടെ കഴിക്കാം. നല്ല പഴുത്തതാണ്. രണ്ടാമടുത്തതാണ് നല്ല പഴുത്ത്. ആദ്യത്തെ തന്നെ കാട്ടിലും പഴുത്ത്. നല്ല പഴുത്ത് കുട്ടപ്പി. അമ്മ വന്നപ്പോൾ ഉള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. എൻ്റെ ഫോണിലാണെങ്കിൽ ഒട്ടും ചാർജ് ഇല്ലായിരുന്നു. ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്ന, അതുകൊണ്ട് അമ്മ വന്നപ്പോൾ ഉള്ള വീഡിയോ ഒന്നും എടുക്കാൻ മറന്നുപോയി. അമ്മ വന്നപ്പം
മാങ്ങ വാങ്ങിച്ചോണ്ട് വന്ന്, പിന്നെ മരത്തിന് വാങ്ങിച്ചോണ്ട് വന്ന്, പിന്നെ ചിക്കൻ വാങ്ങിച്ചോണ്ട് വന്നു. ചിക്കൻ വയ്ക്കുന്നതിൻ്റെ വീഡിയോ എടുക്കണം. ചിക്കൻ വൈകുന്നേരം വയ്ക്കാം, അപ്പോൾ വൈകുന്നേരം വീഡിയോ എടുക്കാം. ഗായ്സ്, നമ്മൾ വിറവ് വറക്കാൻ പോവാണ്. അമ്മ അതുവഴി റോഡ് വഴി പോകുന്നു. നമുക്ക് ദേ ആ കാട്ടിൽ കൂടി പോവാം. ഗായ്സ് കണ്ടോ, ഈ കുന്നും മലയും കൂടി നമ്മളിങ്ങനെ പോവണം. ഞാൻ ഇതുവഴി അങ്ങോട്ട് ഇറങ്ങാം. ഇത് അമ്മ അവിടെ എത്തി ഗായ്സ്. അമ്മ അതേ പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഇതുവഴി ഇറങ്ങാം. ഇറങ്ങിയിട്ട് കാണാം ഗായ്സ് ഈ കുന്നും മലയും. നമ്മൾ ദേ ഇവിടെ എങ്ങനെയൊക്കെയോ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ ഗായ്സ്, കണ്ടു, ഇതാണ് നമ്മൾ വിറവെടുക്കാൻ വരുന്ന വഴി. ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്കിത് പോവാം. അപ്പൊ ഗൈസ്, ചമ്മി നാട് നമ്മൾ വീണ്ടും വീട്ടിലോട്ട് പോവുകയാണ്. ഇല്ല, അവിടെ അമ്മ അവിടെ ഇല്ല. അതല്ലേ നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് വന്നിട്ട് നമ്മളെ അതെ കഴുകണം. അത് ആ കാട്ടിൻ്റെ ഇടയെന്ന് പറഞ്ഞ് 2 തുളസി തൈ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ തുളസി തൈ കൊണ്ടുവന്ന് നടണം. നോക്ക്, പാറ ഏത് വഴി കയറി പോകണം നോക്ക്. വവ്വാല് അന്ന് താഴെ തന്നെ കയറടി. എനിക്കറിഞ്ഞൂടാ. അവിടെ അമ്മൂമ്മ കൊല്ലങ്കോണത്ത് പോയിക്കണേ. കേറ്, കൊല്ലങ്കോണത്ത് പോയിക്കണേ. നാളെ മുട്ടൊക്കെ വരയ്ക്കാതെ പിടി. നാളെ രാവിലെ എടുക്കാം. രാവിലെ പോയി പറിക്കാം നമുക്ക്. കണ്ടാ പുറത്ത് ചക്കയൊക്കെ മൂടി വെച്ചിങ്ങനെ കണ്ടാ. ഇവക്ക് എന്തിൻ്റെ കുഴപ്പമാണെന്തോ. അരിച്ചിന് നോക്ക് ഗൈസ്. വിടുവേ, ഇപ്പൊ കൊടു. ഗൈസ് കണ്ടാ, ഇതിൻ്റെ ഇടയിലൊക്കെ പുറത്ത് ചക്ക ഉണ്ട്. അതിനെ മൂടി വെച്ചിരിക്കുകയാണ്. ഇവിടെ എവിടെയെങ്കിലും പോയി വീഴേ ഉള്ളൂ. ഇങ്ങോട്ട് വാ വെച്ചേ. ഇവിടെയൊക്കെ നല്ല കാടാണ് ഗൈസ്. എന്താ മുരിങ്ങയില, കൂവ. ഇതാണ് കൂവ. ഇത് ഫ്രണ്ടിൽ കൊണ്ട് നട്ടു വയ്ക്കാം. പിന്നെ നട്ടു വയ്ക്കാനല്ലേ പിഴുതെടുത്തത്. പിന്നെ തിരിക്കാത്ത ഇതൂട്ടാ ഇവിടെ പറയണേ അവള് നട്ടു വെച്ചായിരിക്കൂലെന്ന്. തുറന്നു വിടട്ടെ, ഫാനെ തുറന്നു വിടട്ടെ. എന്താ തീറ്റ വയ്ക്കണോ? അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് നോക്കാം നീ തുറക്കണതൊക്കെ. എന്തൊരു പാടം. ഇതിനെ മാത്രമേ എപ്പോഴും തുറന്നു വിടുള്ളൂ കേട്ടാ. പരന്ന പാത്രമില്ലേ വെള്ളം വയ്ക്കാൻ? മിണ്ടാതിരി പാറ, വാശി പിടിക്കാതെ. എന്നും തുറക്കുന്ന ആള് തുറന്നാ മതി മക്കളെ. എന്ത് അച്ഛ വന്നാ? എന്താ കൂട്ടത്തോടെ വന്നിരിക്കുന്നു. 2 എണ്ണം ദാ മണ്ടേരിയിരിക്കുന്നു ഗൈസ്, കണ്ടോ? ബാങ്ക് വരെ പോകണം ഗൈസ്, പോയിട്ട് പെട്ടെന്ന് വരാം. അതുവരെ ഞാനായിരിക്കും ക്യാമറമാൻ.